ശാന്തി. ഞാൻ ഭൃഗുടി മധ്യത്തിൽ സൂക്ഷ്മ നക്ഷത്രമായി പ്രകാശിക്കുന്നു. ഞാൻ ഒരു ചൈതന്യ ആത്മാവാണ്. പരംപിതാ പരമാത്മാ ശിവന്റെ സന്താനം. ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ ആത്മാ തീവ്ര പുരുഷാർത്ഥിയാണ്. ഏത് കാര്യത്തിൻ്റെയും വിസ്താരത്തെയും സെക്കൻഡിൽ ചുരുക്കുന്ന പുരുഷാർത്ഥം എന്നെ അക്യുറേറ്റ് ആക്കുന്നു. ഇപ്പോൾ പുരുഷാർത്ഥത്തിൽ ഒട്ടും ആലസ്യമോ അലസതയോ ഇല്ല. ബ്രഹ്മ ബാബ് സമാനം ഓരോ കാര്യവും അക്യുറേറ്റ്. ഏത് കാര്യമായാലും എനിക്ക് ബാബയുടെ ശബ്ദം സ്മൃതിയിൽ വരുന്നു. എന്താണോ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യണം. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല. ഞാൻ സാക്ഷി സ്ഥിതിയിലിരുന്ന് എൻ്റെ ഓരോ പാർട്ടും അക്യുറേറ്റായി അഭിനയിക്കുന്നു. സദാ എൻ്റെ സ്മൃതിയിലുണ്ട്. ഞാൻ ഏത് കർമ്മമാണോ ചെയ്യുന്നത് എന്നെ കണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു. ബ്രഹ്മബാബ് സമാനം നിശ്ചിന്തമാണെന്ന് കരുതി ഞാൻ ഓരോ കർമ്മവും അക്യുറേറ്റായി ചെയ്യുന്നു. സാകാര ബാബയുടെ കർമ്മം കോപ്പി ചെയ്ത് ഞാൻ ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ സാമ്പിളായിരിക്കുന്നു. സദാ അലർട്ടായി ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും കർമ്മവും ഒരുപോലെയാക്കുന്നു. ഓരോ കർമ്മത്തിലും അക്യുറേറ്റ് അലർട്ടായി ചെയ്യുന്നതിന് ഞാൻ എന്നെ ഉത്തരവാദിയെന്ന് കരുതി അലസത പൂർണ്ണമായും സമാപ്തമാക്കുന്നു. ബ്രഹ്മബാബ് സമാനം ഓരോ ഉത്തരവാദിത്വവും പരിപാലിച്ച് ഞാൻ സദാ ലൈറ്റായിരിക്കുന്നു. സദാ ഫോളോ ഫാദർ. ഓരോ കർമ്മവും ചിന്തിച്ചും മനസ്സിലാക്കിയും ചെയ്യുന്നു. എൻ്റെ സങ്കല്പങ്ങളെ സമാപ്തമാക്കി ഞാൻ വ്യർത്ഥത്തെ സമാപ്തമാക്കുന്നു. അന്തർമുഖതയുടെ ശക്തിയിലൂടെ ഞാൻ എൻ്റെ വാണി യുക്തിയുക്തമാക്കുന്നു. വാതാവരണം ശക്തിശാലിയാക്കുന്നു. ഓർമ്മയുടെ യാത്ര അഥവാ പഠിത്തത്തിൽ ഒട്ടും ആലസ്യമില്ല, അലസതയുമില്ല. ബ്രഹ്മബാബ് സമാനം സദാ അക്യുറേറ്റ്, അലർട്ട്, ഓൾറൗണ്ടർ. പരിധിയില്ലാത്ത ഡ്രാമയുടെ സ്റ്റേജിൽ പാർട്ട് അഭിനയിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ തനിച്ചല്ല. എൻ്റെ മുന്നിലും പിന്നിലും മുഴുവൻ രാജധാനിയുമുണ്ട്. എൻ്റെ പ്രജകളും എൻ്റെ ഭക്തരും എന്നെ നോക്കുന്നു. എൻ്റെ ഓരോ കർമ്മത്തിലും അവരുടെയും കണ്ണുകളുണ്ട്. ഞാൻ സൃഷ്ടിയുടെ മുന്നിലാണ്. മുഴുവൻ സൃഷ്ടിയുടെ ആത്മാക്കളും നാലു ഭാഗത്തു നിന്നും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സ്മൃതിയിൽ സദാ അലർട്ട്, ആക്റ്റീവ്, എവർ റെഡി. എൻ്റെ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ, അക്ഷീണമായ പുരുഷാർത്ഥത്തിലൂടെ ഞാൻ ബാപ്പ് സമാനമായി സമയത്തെ സമീപം കൊണ്ടുവരുന്നു. സർവീസിൽ വിഘ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല. സംഗമയുഗത്തിൽ ഞാൻ തീർത്തും ആക്യുറേറ്റ് ആകുന്നു.
സത്യമായ ബാബയുടെ കൂടെ സത്യമായിരിക്കുന്നു. ഉള്ളിലൊന്ന് പുറമെ മറ്റൊന്ന് ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ശിവബാബയെ കൂടാതെ മറ്റൊരു കാര്യത്തിലും മനസ്സ് വെക്കുന്നില്ല. ഓരോ ചുവടും ശ്രീമതമനുസരിച്ച് നടക്കുന്നു. അപ്പോൾ അക്യുറേറ്റ് ആകുന്നു. പരിധിയില്ലാത്ത ബാബ ഇപ്പോൾ പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് നൽകുന്നു. പരിധിയില്ലാത്ത ബാബ ജ്ഞാനസാഗരം, പതിത പാവനൻ, സദ്ഗതിദാത ശിവബാബ ബ്രഹ്മകുമാരികളിലൂടെ കലിയുഗി സമ്പൂർണ്ണ വികാരി ഭ്രഷ്ടാചാരി ലോകത്തെ നിർവികാരി പാവന ശ്രേഷ്ഠാചാരി സത്യയുഗം ലോകം സ്ഥാപിക്കുന്നു. ഈ സന്തോഷ വാർത്ത എല്ലാ ആത്മാക്കളെയും അറിയിക്കുന്നു. ഞാൻ സർവഗുണങ്ങളും ധാരണ ചെയ്യുന്നു. സദോ ഗുണി ആഹാരം കഴിക്കുന്നു. ഭാരതത്തെ സ്വർഗമാക്കുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് പോകും. അവർക്ക് മുക്തിയുടെ സമ്പത്ത് കിട്ടുന്നു. ബാബ പറയുന്നു, കുട്ടികളെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യൂ. ബാബയോട് സദാ ആജ്ഞാകാരിയും വിശ്വസ്തരുമാകണം. സർവീസബിളായി സേവ ചെയ്യുന്നു. സാക്ഷി സ്ഥിതിയിൽ കാണുന്നു. ഇപ്പോൾ ഞാൻ സ്വദർശന ചക്രധാരിയാണ്. സദാ ബുദ്ധിയിൽ സ്വദർശന ചക്രം തിരിക്കുന്നു. ബാബയും ഓർമ്മയിലുണ്ടാവട്ടെ, വീടും ഓർമ്മയിലുണ്ടാവട്ടെ, സത്യയുഗവും ഓർമ്മയിലുണ്ടാവട്ടെ. മുഴുവൻ ബുദ്ധിയിലും ഈ ചിന്തയാണ്, ഇപ്പോൾ ഞാൻ വിശ്വത്തിന്റെ മഹാരാജാവാവുകയാണ്. ഇത് രാജയോഗമാണ്. ആത്മാക്കൾക്ക് വീണ്ടും രാജ്യഭാഗ്യം കിട്ടുന്നു. മക്കൾ രാജ്യം നഷ്ടപ്പെടുത്തിയിരുന്നു, ഇപ്പോൾ വീണ്ടും എടുക്കുന്നു. 21 ജന്മത്തിലേക്ക് ഞാൻ സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാം പഠിപ്പിന്റെ ആധാരത്തിലാണ്. ഞാൻ യാതൊരു തെറ്റും ചെയ്യില്ല. ശ്രീമതം അനുസരിച്ച് നടക്കുന്നു. സർവർക്കും ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഞാൻ പവിത്രതയുടെ ബലത്തിലൂടെ ശ്രീമതത്തിലൂടെ ശരീരവും മനസ്സും സഹയോഗത്തിൽ 21 ജന്മത്തേക്ക് ശ്രേഷ്ഠാചാരി ഡബിൾ കിരീടധാരിയാകാനുള്ള സേവ ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സദാ പുണ്യത്തിന്റെ ഖജാന ശേഖരിപ്പിക്കുകയും ചെയ്യുന്ന മാസ്റ്റർ ശിക്ഷകനാകുന്നു. ഞാൻ നിമിത്തമാണ്, മാസ്റ്റർ ശിക്ഷകനാണ്. പുണ്യത്തിന്റെ സമ്പാദ്യം ശേഖരിപ്പിക്കുക ഇത് വിശേഷ സേവയാണ്. പുണ്യാത്മാ 1% പോലും ഒരു സങ്കല്പത്തിൽ പോലും പാപം ചെയ്യില്ല. ബാപ്പ് സമാനം സദാ പുണ്യത്തിന്റെ സമ്പാദ്യം ശേഖരിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സദാ മാസ്റ്റർ ശിക്ഷകനാകുന്നു. സംഘടനയുടെ മഹത്വത്തെ അറിയുന്നവർ സ്വയം തന്റെ സുരക്ഷയുടെ അനുഭവം ചെയ്യുന്നു. ബാബ സൂചന തന്നിരിക്കുന്നു. നിശ്ചയബുദ്ധി വിജയീ രത്നങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു രത്നമാണ്.
വിഘ്നങ്ങൾ ഉണ്ടായാൽ പേപ്പർ എന്ന് മനസ്സിലാക്കി പാസ് ചെയ്യുന്നു. ഓം ശാന്തി.